ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സംഘടനാ നേതാവ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ, ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. സാധാരണ രീതിയിൽ എനിക്ക് നമ്മൾ ആയിരത്തി സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർവീസ് സംഘടന നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ, ജീവനക്കാരുടെ വിഷയങ്ങൾ വരുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് പ്രതികരിക്കാറുണ്ട്. അതിന് പത്രപ്രസ്ഥാനം കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ ഒരു നോട്ടീസ്, ഒരു അച്ചടക്ക നടപടി എന്റെ മേൽ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ആരോപിക്കാൻ പോകുന്നത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എന്തായാലും നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായിരുന്നാലും ഗവൺമെന്റ് അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യമാവുന്നില്ല. സ്വാഭാവികമായി നമുക്കറിയാം, സർവീസ് സംഘടനാ നേതാക്കന്മാർ അല്ലെങ്കിൽ സർവീസ് സംഘടനാ പ്രവർത്തകരാണല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇത് ഒരു കൊളോണിയൽ ഭരണകാലത്തെ ചില ചിന്തകൾ ചില ഉദ്യോഗസ്ഥർ കീപ്പ് ചെയ്താൽ അത് താഴെത്തട്ടിലേക്ക് വ്യാപിക്കപ്പെട്ടാൽ നമ്മുടെ സിവിൽ സർവീസ് തന്നെ ഏത് രീതിയിലേക്ക് മാറുമെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ വിഷയത്തിനകത്ത് നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ട് ജില്ലാ കളക്ടറെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറഞ്ഞില്ല. സ്വാഭാവികമായി നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ പ്രതിഷേധം ആ ചർച്ചയിൽ ഉന്നയിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിനകത്ത് നോട്ടീസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് തന്നത്, അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ യാത്രയിലായതുകൊണ്ട് തന്നെ നോട്ടീസ് കിട്ടിയിട്ടുമില്ല. അത് ആണ് എനിക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് സർവീസ് സംഘടന പോലെയുള്ള ഒരു പ്രസ്ഥാനങ്ങൾ പറഞ്ഞില്ല, അതിന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതികരിക്കേണ്ടത്? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീവനക്കാരെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലും സർക്കാരിന്റെ മുന്നിലും അവതരിപ്പിക്കുന്നതിനുമാണ് സർവീസ് സംഘടനയും അതിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ഒക്കെ ഉള്ളത്. അതൊരു ഡോക്ടറെ വിളിച്ച് വീട്ടിൽ വരുത്തി ചികിത്സ നടത്തി എന്ന കാര്യത്തിൽ KGMOയ്ക്ക് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങ് ഒരു സർവീസ് സംഘടനാ നേതാവ് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് ഇത് എന്ന് പ്രതികരിക്കുകയുണ്ടായി. ഇതിനു മുൻപ് നേരത്തെ പ്രശാന്ത് കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കളക്ടറേറ്റിൽ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രശ്നം അങ്ങേക്കും അറിയാവുന്നതാണ്. എത്ര സാധാരണക്കാർ വയോധികരൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹം വന്നേക്കും എന്ന ഒരു അറിയിപ്പിനെ തുടർന്ന് ലിഫ്റ്റ് മണിക്കൂറുകളോളം പിടിച്ചിടുന്നത് അടക്കമുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ പറയുക എന്നത് ഒരു പൊതുപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഭാഗമല്ലേ? ആണ്. അതുകൊണ്ട് തന്നെയാണല്ലോ. മാത്രമല്ല, എനിക്ക് തോന്നിയത് ഇന്നലെ KGMO ഉന്നയിച്ച വിഷയത്തിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി വന്ന ചില സംഭവങ്ങളും കൂടെ എന്നെ മനസ്സിലാകത്തുണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്ന പരാതികളൊക്കെ എന്റെ മുന്നിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ആ കളക്ടറെ സംബന്ധിച്ച് മറ്റൊരു എതിരഭിപ്രായമില്ല. നല്ല മിടുക്കനായ കളക്ടറാണ് എന്നുള്ള കാര്യത്തിനകത്തൊന്നൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല കളക്ടർക്ക് അവാർഡ് കിട്ടിയ ആളാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മറ്റ് കീഴുദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്യൂഡൽ മനസ്ഥിതി അദ്ദേഹം സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എനിക്കെതിരെ ഒരു ശിക്ഷണ നടപടി ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എന്നാലും ആ നോട്ടീസ് കിട്ടുമ്പോൾ നോട്ടീസിന് ഉചിതമായ മറുപടി നൽകും. ഈ നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊന്നും സിവിൽ സർവീസ് സംഘടനകൾ മാറി നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിനകത്തെല്ലാം പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനകത്തൊരു സംശയമില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങൽ പ്രതികരിച്ചതിന്.